ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറിന്റെ ഹിന്ദു വിരുദ്ധ നിർത്ത എന്തിനാ ഇപ്പോൾ സിന്ധു സൂര്യകുമാറിൻ്റെ കാര്യം പറയുന്നത്? സിന്ധു ചേച്ചിയോട് മുതലാളി ക്ഷമിച്ചു, അറിഞ്ഞില്ലേ? മുതലാളി ക്ഷമിച്ചു. രാജീവ് ചന്ദ്രശേഖർ, ബി.ജെ.പി. നേതാവ്, തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ ക്ഷമിച്ചു എന്നും പറഞ്ഞ് എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്നില്ല, എൻ്റെ ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഒരുപാട് മലയാളികൾ അവർക്ക് മുറിവേറ്റെന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. മഹാകുംഭിനെ സംബന്ധിച്ച് ഏഷ്യാനെറ്റ് ചെയ്ത പരിപാടി കണ്ടിട്ട് എൻ്റെ ഫാമിലിയും അവിടെ പോയ ഭക്തന്മാരുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസ് മലയാളത്തിൻ്റെ ലീഡർഷിപ്പിലോട്, നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചു, റിക്വസ്റ്റഡ് എന്നാ പറയുന്നത്, ഡയറക്റ്റഡ് എന്നല്ല, ഞാൻ നിർദ്ദേശിച്ചു എന്നല്ല, ശ്രദ്ധിക്കണം. ഞാൻ ഇതിൻ്റെ മുതലാളി പറയാണ്, ഞാൻ ഏഷ്യാനെറ്റിലെ സിന്ധു ചേച്ചി ഉൾപ്പെടെയുള്ള, നേരത്തെ ബബിത പറഞ്ഞ ചേച്ചി ഉൾപ്പെടെയുള്ള ആളുകളോട് റിക്വസ്റ്റ് ചെയ്തു, അഭ്യർത്ഥിച്ചു. എന്താണ്? ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനെ പരിഹസിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഒരു പരിപാടി അപഹസിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യല്ലേ ഇനിയെങ്കിലും. അയ്യോ എൻ്റെ പൊന്നു സിന്ധു, എക്സിക്യൂട്ടീവ് എഡിറ്ററാണല്ലോ, ഇനിയെങ്കിലും ചെയ്യല്ലേ എന്ന് ഞാൻ അഭ്യർത്ഥിച്ചു. അഭ്യർത്ഥനയാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് ലക്ഷക്കണക്കിന് ഡിവോട്ടീസ്, കുംഭമേളയിൽ 63 കോടി പേര് പങ്കെടുക്കുന്ന രാജീവ് ചന്ദ്രശേഖറിന് ലക്ഷങ്ങളെ ആയിട്ടുള്ളൂ. തീർന്നില്ല. മറ്റെല്ലാ മതങ്ങളെയും പോലെ ഹിന്ദുക്കൾക്കും അവരുടെ വിശ്വാസം പ്രധാനമാണ്. അപ്പോൾ രാജ്യത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ, അതുപോലെ മലയാളികളുടെയും വികാരം എന്തു ചെയ്യണം? അവരുടെ വിശ്വാസത്തെ നമ്മൾ മാനിക്കണം. എല്ലാ വിശ്വാസങ്ങളെയും നമ്മൾ മാനിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. എങ്ങനെയുണ്ട്? ബി.ജെ.പിയുടെ നേതാവാണ്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പോസ്റ്റ് വായിക്കാം. കെ സുരേന്ദ്രൻ, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ പോസ്റ്റാണ്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഫണ്ടിങ്ങും സോറോസ് ഫണ്ടിങ്ങും ഈ മലയാള മാധ്യമങ്ങൾക്കെല്ലാം കിട്ടുന്നുണ്ട്. ഹജ്ജിന് മെക്കയിൽ പോകുന്ന ഹാജിമാരുടെ എണ്ണത്തിൽ ഒരു കണക്കെടുപ്പുമില്ല. കുംഭമേളയ്ക്ക് സ്നാനത്തിന് പോയവരുടെ എണ്ണത്തിലാണ് വേവലാതി. ഒന്നാം തരം അർബൻ നക്സലുകൾ, കൂട്ടിന് ജിഹാദി വെള്ളിക്കാശും. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് കെ സുരേന്ദ്രൻ. ഇനി ഒരു ഹൈപ്പോത്തറ്റിക്കൽ, സാങ്കല്പികമായ ചോദ്യം. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ഈ മഹാനായ നേതാവ്, ടെക്നോക്രാറ്റ്, അത് വലിയ ടെക്നോക്രാറ്റാണ്, ഒരു സംശയമില്ല. ഇന്ത്യയിലെ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ഒരു ടെക്നോക്രാറ്റാണ്, ദ ഗ്രേറ്റ് ടെക്നോക്രാറ്റ്. അദ്ദേഹം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോഴാണ് ഏഷ്യാനെറ്റ് ഇത്തരം ഒരു സാധനം ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനെ സിന്ധു സൂര്യകുമാറിൻ്റെ പടം വെച്ചിട്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഫണ്ടിങ്ങും സോറോസ് ഫണ്ടിങ്ങും കൈപ്പറ്റുന്നവരാണ് സിന്ധു സൂര്യകുമാർ എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇടാൻ രാജീവ് ചന്ദ്രശേഖറിന് ബി.ജെ.പി. അധ്യക്ഷനാണ് പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ തന്നെ ബി.ജെ.പി. അധ്യക്ഷനാക്കണം, അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നതിലേക്ക് പോകുന്നില്ല. സിന്ധു സൂര്യകുമാർ എന്താ പറഞ്ഞത്? സിന്ധു സൂര്യകുമാർ പറഞ്ഞു, കേരളത്തിൽ നിന്ന് പതിവില്ലാത്ത വിധം ലക്ഷക്കണക്കിന് ആളുകൾ, ഒരുപാട് ആളുകൾ കുംഭമേളയ്ക്ക് പോകുന്നു. കുംഭമേള എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട കാര്യമാണ്. കാരണം കേരളത്തിൽ വിദ്യാഭ്യാസത്തിൽ സാക്ഷരതയിലെല്ലാം ഒന്നാം സ്ഥാനത്തു നിന്നായിട്ടും ആളുകൾ പോകുന്നു. വിദ്യാഭ്യാസവും സാക്ഷരതയും ഇല്ലാത്ത ആളുകൾ പങ്കെടുക്കുന്ന അപരിഷ്കൃതമായ ഒരു സംഗതിയാണ് കുംഭമേള. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് അത് ശരിക്കും ഒരു മതത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സിനെ ഹർട്ട് ചെയ്യുകയാണ്. കാരണം അപ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തു നിന്നും പങ്കെടുത്ത ആളുകളൊക്കെ ആരാണ്? പൊട്ടന്മാർ, വിദ്യാഭ്യാസമില്ലാത്തവർ, വിവരം കെട്ടവർ, ഹൈജീനിക് അല്ലാത്ത ആളുകൾ എന്നാണ് സിന്ധു സൂര്യകുമാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സിന്ധു സൂര്യകുമാർ അവിടുത്തെ ഒരു റിപ്പോർട്ടറല്ല, ഒരു ആങ്കറല്ല, അതിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. ആ മാധ്യമത്തിൻ്റെ പോളിസി നടപ്പാക്കേണ്ട ആളാണ്. അപ്പോൾ അതിൻ്റെ പോളിസി എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധതയാണ്. പലരും ചോദിക്കുന്നു, ഇപ്പം സുരേന്ദ്രൻ ചോദിച്ചു മക്കയ്ക്ക് പോകുന്നതിനെ കുറിച്ച് പറയുമോ? എന്താ മക്കയ്ക്ക് പോകുന്നത്? മക്കയ്ക്ക് പോകുന്നത് എന്തിനാണ്? വിമാനം കയറി പോവുകയാണ്. എന്തിന്? ചെകുത്താനെ കല്ലെറിയാൻ ആണല്ലോ. അത് വിദ്യാഭ്യാസം, സംസ്കാരം, സാക്ഷരതയുള്ള കേരളത്തിൽ നിന്ന് ആളുകൾ പോകുന്നത് ലജ്ജാകരമാണ് എന്ന് സിന്ധു സൂര്യകുമാർ പറയുമോ? ഇല്ല. അപ്പോൾ സിന്ധു സൂര്യകുമാറിൻ്റെ ചൊറിച്ചിൽ, ആ വാക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് എനിക്ക് സങ്കടമുണ്ട്. ആ ചൊറിച്ചിൽ എന്ന് പറയുന്നത് ഹിന്ദുക്കളോടാണ്. ഏഷ്യാനെറ്റ് പറയുന്ന പോലെ അത് ബി.ജെ.പി. വിരുദ്ധതയൊന്നുമല്ല. കാരണം എന്നിട്ട് പറഞ്ഞു വെക്കുകയാണ്, വെറുതെ അല്ല, കേരളത്തിൽ നിന്ന് ഒരുപാട് പേർ ബി.ജെ.പിക്ക് കേരളത്തിൽ സ്പേസ് ഉണ്ടാകുന്ന ആളുകൾ ഇങ്ങനെ കുംഭമേളയ്ക്ക് പോകുന്നതുകൊണ്ടാണ്. കുംഭമേളയ്ക്ക് പോകുന്നതുകൊണ്ട് ബി.ജെ.പിക്ക് സ്പേസ് ഉണ്ടാകുന്നെങ്കിൽ സിന്ധു സൂര്യകുമാറിന് എന്താ? ഏഷ്യാനെറ്റിന് എന്താ? കാരണം ഇനി ബി.ജെ.പിക്ക് ആളുണ്ടായാൽ ഏഷ്യാനെറ്റ് മുതലാളിക്ക് ഗുണമല്ലേ? അയാൾ കേരളത്തിലെ ബി.ജെ.പിയുടെ നേതാവാണ്, തിരുവനന്തപുരത്ത് മത്സരിച്ചാണല്ലോ. അപ്പോൾ ബി.ജെ.പിക്ക് ആൾ കൂട്ടിയാൽ മുതലാളിക്ക് ഗുണമല്ലേ ഉണ്ടാകത്തുള്ളൂ, മുതലാളിക്ക് വോട്ട് കൂടുതലല്ലേ കിട്ടത്തുള്ളൂ.
അപ്പോൾ എന്താ സിന്ധു സൂര്യകുമാർ ഉദ്ദേശിച്ചത്? സിന്ധു സൂര്യകുമാറിന് അന്ധമായ ഹിന്ദു വിരുദ്ധത മുന്നോട്ട് വെക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ് സിന്ധു സൂര്യകുമാർ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടുള്ള ഏഷ്യാനെറ്റ് നടപ്പാക്കുന്നത്. ഇനി നമ്മൾ എല്ലാവരും സിന്ധു സൂര്യകുമാറിനെ കുറിച്ച് മാത്രം പറയുകയാണ്. ഇതിനേക്കാൾ ഭീകരമായ ഒരു സംഗതി ഏഷ്യാനെറ്റ് ചെയ്തു. അതിനെക്കുറിച്ച് ആളുകൾ മിണ്ടുന്നില്ല, സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അവിടെ ഒരു കോമാളി പരിപാടിയുണ്ട്. നമ്മൾ പത്രങ്ങളിലൊക്കെ കാർട്ടൂൺ ഉള്ളതുപോലെ ഗോപികൃഷ്ണൻ്റെ അല്ലെങ്കിൽ യേശുദാസിൻ്റെ ഒക്കെ കാർട്ടൂൺ വരുന്നത് പോലെ ഒരു കാർട്ടൂൺ സ്വഭാവത്തിലുള്ള പരിപാടി ഏഷ്യാനെറ്റ് ചെയ്യുന്നുണ്ട്. മുൻഷി എന്ന പേര്. മുൻഷി എന്ന് പറയുന്ന ഒരു പരിപാടി എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് എന്ത് ഹാസ്യം, എന്ത് സറ്റയർ, എന്ത് സിനിക്ക്, എന്ത് വിമർശനം. ഒരു കോമാളി പരിപാടി. ഏഷ്യാനെറ്റ് മുതലാളിയുടെ കാശ് കുറേ അടിച്ചു മാറ്റാനുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടി അനിൽ ബാനർജി എന്ന് പറഞ്ഞ ഒരു വിവരദോഷിയായ വിദ്വാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതിനകത്ത് ഒരു മെസ്സേജും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, ഒരു ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന ഒന്നുമില്ലാത്ത ഒരു പ്രഹസന പരിപാടിയാണ് മുൻഷി. ആ മുൻഷിയിൽ എന്താ പറഞ്ഞറിയോ? മുൻഷിയിൽ പറയുകയാണ്, മുൻഷിയിൽ ഇവിടെ സ്ഥാപിച്ചു വെച്ചത് 63 കോടി ആളുകൾ കുംഭമേളയ്ക്ക് പങ്കെടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാ? 140 കോടി. അപ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യയിൽ 1/3 പേർ പങ്കെടുത്തോ? അതായത് 63 കോടി ആളുകൾ പങ്കെടുത്തു എന്ന് പറയുന്നത് കളവാണെന്ന് ആദ്യം മുൻഷി പറയുന്നു. ഈ 63 കോടി ആളുകൾ പങ്കെടുത്തു എന്ന് എങ്ങനെയാണ് പറയുന്നറിയാമോ? അവിടെ ആയിരക്കണക്കിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ക്യാമറകൾ ആളുകളുടെ മുഖം ഐഡൻറ്റിഫൈ ചെയ്യും. ഇപ്പം സ്നാനഘട്ടിൽ കണ്ട ഒരാൾ അയോധ്യയിലെ കണ്ടെങ്കിൽ അയാളെ സെയിം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ വെച്ചിട്ടാണ് ഏകദേശം അപ്രോക്സിമേറ്റ് എത്ര ആളുകൾ വന്നിരിക്കുന്നു എന്ന് ശാസ്ത്രീയമായി കണക്കിലെടുത്തത്. അപ്പോൾ ആദ്യമേ ഏഷ്യാനെറ്റ് ചെയ്യുന്നത് 63 കോടി ആളുകൾ എന്ന് പറയുന്നത് തള്ളാണ് എന്ന് മുൻഷി സ്ഥാപിച്ചു. രണ്ടാമത് പറയുന്നു, അവിടെ ഒരുപാട് പേർക്ക് കാശ് കിട്ടിയിട്ടുണ്ടല്ലോ, ഒരുപാട് പൈസ സർക്കാർ മുടക്കിയിട്ടുണ്ട്. 7,500 കോടി രൂപ സർക്കാർ മുടക്കി എന്ന് പറയുമ്പോൾ പരിഹസിച്ചുകൊണ്ട് പറയുക അതിൻ്റെ ഇരട്ടി 2-3 ഇരട്ടി വരുമാനം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അവിടെ വെളുപ്പിനെ പല്ല് തേക്കാനായിട്ട് മാവിൻ്റെ കമ്പ് വിൽക്കാൻ നിന്നവൻ അവന് പോലും ലക്ഷങ്ങൾ കിട്ടി എന്ന് പറയുമ്പോൾ മറ്റൊരു കോമാളി കഥാപാത്രത്തെ കൊണ്ട് ഈ വൃത്തികെട്ട സ്ക്രിപ്റ്റ് എഴുതിയ അനിൽ ബാനർജി എന്ന് പറയുന്ന ആൾ ചോദിപ്പിക്കുകയാണ്, അപ്പോൾ ഈ ശൗചാലയം നടത്തുന്നവന് നല്ല വരുമാനം ഉണ്ടായി കാണുമല്ലോ. ഉടനെ അടുത്ത മറുപടി, അതിന് എവിടെ ശൗചാലയം, ഇരിക്കുന്നിടത്ത് ഇരുന്നെങ്കിൽ തട്ടുമല്ലേ എന്ന്. എന്താണ് പറഞ്ഞത്? കുംഭമേളയ്ക്ക് 1.5 ലക്ഷത്തോളം ടോയ്ലറ്റുകളാണ് ഉണ്ടാക്കിയത്. 1,600 കോടി രൂപ മുടക്കി സാനിറ്റേഷൻ സംവിധാനം വരെ ഉണ്ടാക്കി, ലോകോത്തരമായ സംവിധാനങ്ങൾ ഉണ്ടാക്കി. അതിനെ അപഹസിച്ചു. അങ്ങനെ സിന്ധു സൂര്യകുമാർ എഡിറ്റോറിയൽ മേധാവി എന്ന നിലയിൽ ഹിന്ദുക്കളെ ആകെ അവഹേളിച്ച് ഹിന്ദുക്കൾ വിവരമില്ലാത്ത വൃത്തികെട്ടവന്മാരാണ് കുംഭമേളയ്ക്ക് പോകുന്നത് എന്ന് സ്ഥാപിച്ച് അതുവഴി BJPക്ക് ഇവിടെ മൈലേജ് ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് വരെ പറഞ്ഞ് അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്തു. അവിടെ ഹിന്ദുക്കൾ മുഴുവൻ BJP ആണോ? ഹിന്ദുക്കൾ BJP ആയാൽ സിന്ധു സൂര്യകുമാറിന് എന്താ? ഹിന്ദുക്കൾ കമ്മ്യൂണിസ്റ്റുകാരായാൽ സിന്ധു സൂര്യകുമാറിനും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഇവർ സിന്ധു സൂര്യകുമാറിൻ്റെ ചാനലിൽ ശബരിമല ലൈവ് കാണിക്കാറുണ്ടല്ലോ, അതെന്താണ്? ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ ശബരിമലയിലേക്ക് പോകുന്നത് വൃത്തികേടാന്ന് ഇവർ പറയും. ഈ കാട്ടും മലയൊക്കെ കയറി ആളുകൾ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ഇവർ ചോദിച്ചാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ എന്തുകൊണ്ട് കുംഭമേളയെ ഡെലിബറേറ്റായി ഇവർ അപമാനിച്ചു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതോടൊപ്പം തന്നെ മുൻഷി എന്നുള്ള പരിപാടി അതിനേക്കാൾ നീചമായി ഇതിനെ വല്ലാതെ മോക്ക് ചെയ്ത് അപമാനിക്കുന്നൊരു പരിപാടി ചെയ്തു. ഇത് ഞാൻ സത്യത്തിൽ നമിക്കുന്നത് മാധ്യമത്തിനെയാണ്. ജമായത്തെ ഇസ്ലാമി നടത്തുന്ന മാധ്യമം പോലും, അവരുടെ മീഡിയ വൺ പോലും ചെയ്യാത്ത തരത്തിലുള്ള ഹിന്ദു അവഹേളനമാണ് സിന്ധു സൂര്യകുമാർ നടത്തിയത്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിന്ധു സൂര്യകുമാറിനെ ഒന്നെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, എങ്ങനെയെങ്കിലും ഏഷ്യാനെറ്റ് പൂട്ടിക്കണം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ലോകത്ത് സ്വന്തം മുതലാളിക്കിട്ട് പണി കൊടുത്ത് മുതലാളിയുടെ പണി കളഞ്ഞ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന ആളുണ്ടെങ്കിൽ സിന്ധു സൂര്യകുമാറാണ്. കാരണം ഏഷ്യാനെറ്റ് മുതലാളിയായ രാജീവ് ചന്ദ്രശേഖരന് ഒരു മന്ത്രിപ്പണി ഉണ്ടായിരുന്നു. MP ആയാലല്ലേ മന്ത്രിയാവാൻ പറ്റുള്ളൂ. അയാൾ അങ്ങനെ മന്ത്രിയാവണ്ടെന്ന് വെച്ച് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാൻ വേണ്ടി ആ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദിക്കും സുരേഷ് ഗോപിക്കുമെതിരെ നിരന്തരം ക്യാമ്പയിൻ ചെയ്തു. രാജീവ് ചന്ദ്രശേഖരും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വിവരമുള്ള, ബോധമുള്ള, സ്വാഭിമാനമുള്ള കുറേ ഹിന്ദുക്കളെങ്കിലും ഏഷ്യാനെറ്റിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ പാർലമെൻറ്റിൽ പോകണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. എനിക്കറിയാം, എന്നോട് ഉത്തരവാദിത്തപ്പെട്ട ഒരു കേന്ദ്രം പറഞ്ഞു 10,000-ൽ പരം BJPയുടെ ഹാർഡ് കോർ വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല. BJPയുടെ അല്ല, സംഘബന്ധമുള്ള. കാരണം ഏഷ്യാനെറ്റ് എടുക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ച്. എന്നിട്ട് സ്വന്തം മുതലാളിയുടെ പണി കളഞ്ഞിട്ടും ആ കസേരയിൽ സിന്ധുവിന് ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നത്. അതുപോലെ ഏഷ്യാനെറ്റിൻ്റെ മുതലാളിക്കിട്ട് പണി കൊടുക്കുക, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് പൂട്ടിക്കുക, എന്നിട്ട് വേറെ ഏതെങ്കിലും ചാനലിലേക്ക്, മരംമുറി ചാനലിലോ എവിടെയെങ്കിലും പോകാൻ സിന്ധു താല്പര്യപ്പെടുന്നുണ്ടാവാം, സിന്ധു ഉൾപ്പെടെയുള്ള ഏഷ്യാനെറ്റുകാർ. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വല്ലാത്ത ആത്മവിശ്വാസമാണ്. കാരണം ഞങ്ങളുടെ നേതാവ് BJPയുടെ വലിയ കൊണാണ്ടറാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്താലും
കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാവത്തില്ല എന്നുള്ള അഹന്ത അത് അവർക്ക് മുന്നനുഭവമുണ്ട്. മുമ്പൊരിക്കൽ ഏഷ്യാനെറ്റിൻ്റെ സംപ്രേഷണം തടഞ്ഞപ്പോഴത്തേക്ക് മിനിറ്റ് അത് റദ്ദാക്കി വാങ്ങിച്ചു കൊടുത്തത് പ്രകാശ് ജാവദേക്കർ മുതലുള്ള നേതാക്കന്മാരാണ്. വളരെ പ്രതിലോമകരമായ വാർത്ത ചെയ്തു. ഓർക്കുന്നുണ്ടോ? ഡൽഹി കലാപം നടക്കുമ്പോൾ ഏഷ്യാനെറ്റിലെ ഒരു റിപ്പോർട്ടർ PR സുനിൽ എന്ന് പറയുന്ന ഒരുത്തൻ എന്താ പറഞ്ഞ്, എൻ്റെ പിന്നിൽ ഒരു പള്ളി കത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ലൈവ് റിപ്പോർട്ട് ചെയ്തു. ഒരു പള്ളിയും കത്തിയില്ല, ഒരു മണ്ണാങ്കട്ടയും കത്തിയില്ല. അപ്പോൾ ഈ രാജ്യത്ത് തീ പിടിപ്പിക്കുന്ന തരത്തിലുള്ള ഏറ്റവും വിധ്വംസകമായ റിപ്പോർട്ടിംഗ് നടത്തിയ പാരമ്പര്യമുള്ള ചാനലാണ് രാജീവ് ചന്ദ്രശേഖർ മുതലാളിയായിട്ടുള്ള ഏഷ്യാനെറ്റ്. എന്നിട്ട് എന്ത് നടപടിയെടുത്തു? എന്നിട്ടാണ് ഒരു നിരോധനം വന്നപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് മാറ്റി കൈ കൊടുത്തു. അപ്പോൾ ഇവർക്കൊരു ഹുങ്കുണ്ട്, ഞങ്ങളുടെ മുതലാളി വലിയ നേതാവാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തും പറയാം, ഞങ്ങളെ ആരും ഒന്നും ചെയ്യില്ല എന്ന്. ഈ മുതലാളി അത് ഇടയ്ക്ക് പറയാറുണ്ട്, രാജീവ് ചന്ദ്രശേഖർ മുതലാളി പറയാറുള്ളത് എന്നറിയാമോ? അത് ഏഷ്യാനെറ്റ് ഒരു ബിസിനസ് സംരംഭമാണ്, അത് നടന്നുകൊണ്ടിരിക്കും, ഞാനതിൽ ഇടപെടാറില്ല. എത്ര മഹത്തായ ആദർശവാനായ പുണ്യവാളനായ നേതാവ്. ഇത് BJPക്കാർ തിരിച്ചങ്ങോട്ട് ചോദിക്കുക, മുതലാളി ഏഷ്യാനെറ്റ് നടത്തുന്ന ബിസിനസ്സാണ്. ബിസിനസ് എന്തിനാണ്? ലാഭം ഉണ്ടാക്കാനാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ ലാഭം ഉണ്ടാക്കുന്ന ഹിന്ദുക്കളെ തെറി പറഞ്ഞുകൊണ്ടാണ്, BJP തെറി പറഞ്ഞുകൊണ്ടാണ്, മോദിയെ തെറി പറഞ്ഞുകൊണ്ടാണ്, മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ടാണ്, കമ്മ്യൂണിസ്റ്റുകാരെ പ്രീണിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ പണം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്ന പണം സാറല്ലേ കൊണ്ടുപോകണത്? സാറ് BJPക്കാരനുമാണല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ സാർ അങ്ങനെ കാശുണ്ടാക്കുകയാണ്. BJPക്കാരെ ഹിന്ദുക്കളെ തെറി പറഞ്ഞ് ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിച്ച് കമ്മ്യൂണിസ്റ്റുകളെ പ്രീണിപ്പിച്ച് സാറ് കാശുണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ കൂലിപ്പണി കളഞ്ഞിട്ട് എന്തിനാണ് നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടി ഇലക്ഷൻ പ്രചാരണത്തിന് വരുന്നത് BJPക്കാരൻ ചോദിച്ചാലോ? ഒരു ഹിന്ദു ചോദിച്ചാലോ? ചോദിക്കണം, അതിലേക്ക് ചോദിക്കണം. കാരണം ഇതാണ് പരിപാടിയെങ്കിൽ എന്തിന് BJPക്കാർ സ്വന്തം പണി കളഞ്ഞ് ഹിന്ദുക്കൾ എന്തിന് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണെന്ന് കരുതി രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് ചെയ്യാൻ പോയി ഇനി നിന്നാൽ ഇനിയും എന്തിനു പോകണം എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. പിന്നെ ഇതിലൊക്കെ ഉപരി രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ച ഭാഗത്തു നിന്ന് എനിക്ക് കടുത്ത നീരസമുണ്ട്, പറയാൻ ഒരു വഴിയില്ല. കാരണം രാജീവ് ചന്ദ്രശേഖരനെ നമുക്ക് ഇഷ്ടമാണ്, അദ്ദേഹത്തെ പോലെ ഒരു നേതാവിനെ, അദ്ദേഹം വിഷനുള്ളൊരു പ്രതിഭയൊക്കെയാണ്, ഒരു തർക്കമില്ലായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഈ ചാനലിനെ ഉപയോഗിച്ച് കേരളത്തിലെ ഹിന്ദുക്കളെയും കേരളത്തിലെ BJPയെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ അദ്ദേഹം കയറൂരി വിടുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന മഹാൻ അറിയണം, നമുക്ക് രാജീവ് ചന്ദ്രശേഖറിനേക്കാളും വിലയുള്ളത് ഈ പറഞ്ഞ പ്രസ്ഥാനങ്ങളാണ്, ഈ പറഞ്ഞ ഹിന്ദു സ്വാഭിമാനമാണ്. അതിനെ ബലി കഴിച്ചിട്ടുള്ള ഒരു കോംപ്രമൈസും കേരളത്തിലെ ഹിന്ദുക്കൾ തയ്യാറാവില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാവണം. അങ്ങേക്ക് ഇതാണ് പ്രധാനമെങ്കിൽ, ഹിന്ദുക്കൾക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി പ്രധാനമാണ്. അങ്ങ് ഈ കേരളത്തിലെ മണ്ഡലത്തിൽ മത്സരിച്ചാൽ ഹിന്ദുക്കൾ ഇതൊക്കെ ഓർമ്മിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കണം. ഈ കുംഭമേളയ്ക്ക് പോകുന്നത് വളരെ മോശമാണെന്ന് പറയുന്ന ഈ മാധ്യമപ്രവർത്തനമുണ്ടല്ലോ, എല്ലാ വർഷവും ഇത്തവണയും ലോക്സഭാ ഇലക്ഷന് തൊട്ട് മുമ്പ് കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ മുസ്ലിം ലീഗിൻ്റെ MCC ദുബായിലേക്ക് ഗൾഫിലേക്ക് കൊണ്ടുവരുന്നു. എന്തിനാണ് കൊണ്ടുപോകുന്നത്? കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ ഒരു പറ്റം ആളുകളെ ഇത്തവണ പോയതിൽ ഏഷ്യാനെറ്റിലെ PG സുരേഷ് കുമാറും ഉണ്ടായിരുന്ന എന്നാണ് എൻ്റെ ഓർമ്മ, പടം എൻ്റെ കയ്യിലുണ്ട്, നോക്കട്ടെ. അപ്പോൾ ഏഷ്യാനെറ്റ്, പിന്നെ പ്രമോദ് രാമൻ, ഷാനിയോ, അങ്ങനെ ആരൊക്കെയോ കേരളത്തിലെ കുറേ മാധ്യമപ്രവർത്തകർ എല്ലാ വർഷവും ഇടയ്ക്കിടയ്ക്ക് ഒരു ഗൾഫിലേക്ക് കൊണ്ടുപോകും. ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ, താമസം ഫ്രീ, ചാപ്പാട് ഫ്രീ, ഷോപ്പിംഗ് ഫ്രീ, പിന്നെ വേറെ എന്തൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും അതെല്ലാം സംഘടിപ്പിച്ചു കൊടുത്ത് അവസാനം കൈതറയ സമ്മാനങ്ങളുമായിട്ട് തിരിച്ചു. എന്തിനാണ് KMCC കേരളത്തിലെ സെലക്റ്റഡ് മാധ്യമപ്രവർത്തകരെ, അത് കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ ആദരിക്കാനാണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങളെന്നാൽ ജനം TVക്കാരെ വിളിക്കാത്ത, ജന്മഭൂമിക്കാരെ കൊണ്ടുപോകാത്തത്, പ്രിന്റിലെ ആളുകളെ കൊണ്ടുപോകാത്തതാണ്? കൊണ്ടുപോകുന്നില്ലല്ലോ. നിങ്ങൾ ചില സെലക്റ്റഡ് വിഷ്വൽ മീഡിയയിലെ ആളുകളെ മാത്രം എല്ലാ വർഷവും കൊണ്ടുപോകുന്നുണ്ട്. സെബാസ്റ്റ്യൻ പോളിൻ്റെ മകൻ പണ്ട് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റ് കിട്ടും. എന്താണ്? മുന്തിരിക, ഈന്തപ്പഴം, അത് ഇത് മറ്റത് കേട്ട് കിട്ടും. ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്തും പ്രീണിപ്പിച്ചും കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ ഒരു സംഘം ആളുകൾ, സോറോസും ഉണ്ട്, ജിഹാദി ഫണ്ടും ഉണ്ട്, എല്ലാ ഫണ്ടും ഉണ്ട്, അങ്ങനെ പിടിച്ചെടുത്തിരിക്കുക. എന്തിനാണ് ഏഷ്യാനെറ്റിൻ്റെ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ ഈ വർഷവും KMCCയുടെ ആതിഥ്യം സ്വീകരിച്ച് അവർക്ക് താല്പര്യമുള്ളവരല്ലേ കൊണ്ടുപോകുന്നു? അവിടെ പോയി അവരുടെ ചാപ്പാടടിച്ച് അവൻ പറയുന്നത് ചെയ്യണം. അവിടെ പോയി നക്കിയിട്ട് വന്നിട്ടാണ് ഇവിടെ വന്ന് ഹിന്ദുക്കൾക്കെതിരെ ഈ ചാനലൊക്കെ ഇത്തരം വർത്തമാനം ചെയ്തതെന്ന് കേരളത്തിലെ ഹിന്ദുക്കൾ തിരിച്ചറിയണം. ഇപ്പോഴും കേരളത്തിൽ ഈ പരിപാടി കാണുന്നത് ഭൂരിപക്ഷവും ഹിന്ദുക്കളൊക്കെ തന്നെയാണ്. കേരളത്തിൽ 55% ഇപ്പോഴും ഹിന്ദുക്കളുണ്ട്. അതിലൊരു 25% നിങ്ങളുടെ ചാനൽ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്താൽ നിങ്ങളുടെ റേറ്റിംഗ് ഒക്കെ തലകുത്തി വീഴും. ഏഷ്യാനെറ്റ് ചെയ്യുന്ന പണി നിർത്താനുള്ള സമയമായിരിക്കുന്നു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏഷ്യാനെറ്റിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഏതെങ്കിലും അഭിമാനിയായ ഹിന്ദു കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുന്നോട്ട് വരണം. കാരണം ഹിന്ദുക്കളുടെ
മതവിശ്വാസത്തെ അങ്ങേയറ്റം നിന്ദ്യമായ രീതിയിൽ അപഹസിച്ചിരിക്കുകയാണ്, അപമാനിച്ചിരിക്കുകയാണ് ഈ പരിപാടിയിലൂടെ. ഏഷ്യാനെറ്റിലെ എനിക്ക് പറയാനുള്ള രാജീവ് ചന്ദ്രശേഖരനോട് ഞാൻ ഇത്രയും ക്ഷുഭിതനാണ്. കാരണം എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. ഇഷ്ടമാണെങ്കിൽ പോലും എനിക്ക് ക്ഷോഭം ഉണ്ടാകാനുള്ളൊരു കാരണമുണ്ട്. കാരണം ഇതുണ്ടായിട്ട് അദ്ദേഹം ഞാൻ നയിക്കുന്ന ഈ ചാനൽ, അദ്ദേഹം ഇപ്പോൾ വിശദീകരണക്കുറിപ്പ് ഇറക്കിയത് അദ്ദേഹം ഇതിൻ്റെ ആളായതുകൊണ്ടാണല്ലോ. ഈ ചാനൽ ഇങ്ങനെ ഹിന്ദുക്കളുടെ വികാരത്തെ ഹർട്ട് ചെയ്തതിൽ ഞാൻ ഖേദിക്കുന്നു എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പറയണമായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായല്ലോ, ഒരുപാട് പേർക്ക് ഹർട്ടായി എന്ന് മെസ്സേജ് കിട്ടിയെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ നിങ്ങൾക്ക് കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികൾക്ക് വേദന ഉണ്ടായെങ്കിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറയാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ്? ഈ പല ചാനലുകളും പല പത്രങ്ങൾക്കും അവർക്ക് തെറ്റുപറ്റിയാൽ വായനക്കാരോട് പ്രേക്ഷകരോട് മാപ്പ് പറയാറുണ്ട്. സിന്ധു സൂര്യകുമാർ എന്ന് പറഞ്ഞ എക്സിക്യൂട്ടീവ് എഡിറ്റർ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഹിന്ദുക്കളെ അപമാനിച്ചതിൻ്റെ പേരിൽ ഏഷ്യാനെറ്റ് മാപ്പ് പറയണമെന്ന് നിങ്ങൾ ഡയറക്ഷൻ കൊടുക്കാത്തതാണ്. നിങ്ങൾക്ക് പരസ്യമായി സോഷ്യൽ മീഡിയയിൽ പോലും നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റ് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ ലജ്ജാകരമാണ്. കാരണം നിങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളൊരു ഡയറക്ഷൻ പോലും കൊടുത്തിട്ടില്ല. മേലിൽ ഇത്തരം പരിപാടി ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ നമ്മൾ ഇന്നിവിടെ പ്രകീർത്തിക്കുമായിരുന്നു. നിങ്ങളിപ്പോഴും വിനീത ദാസനായി നിന്ന് റിക്വസ്റ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് ഹിന്ദുക്കളുടെ വോട്ട് വേണം, ഹിന്ദുക്കൾ നൽകുന്ന പദവികൾ വേണം. എന്നാൽ ഹിന്ദുക്കളെ അപഹസിച്ച് അപമാനിച്ച് നിങ്ങൾക്ക് പണവും വേണമെന്നുള്ള രണ്ട് വള്ളത്തിൽ കാലി ചവിട്ടി ബഹുമാന്യനായ രാജീവ് ചന്ദ്രശേഖർ ഈ യാത്ര തുടരരുത്. തുടർന്നാൽ അങ്ങേക്ക് പൊളിറ്റിക്കലി അങ്ങേക്ക് വലിയ ദോഷമുണ്ടാവും എന്ന് പറയുകയാണ്. അങ്ങയുടെ ചാനൽ മാത്രമല്ല, നേരോടെ നിരന്തരം നിർഭയം പറയാൻ ഞങ്ങൾക്കും അറിയാം. ഇത് അങ്ങേക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞങ്ങൾക്കൊന്നുമില്ല. പക്ഷേ ഞങ്ങളിത് സംസാരിക്കുന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിനായ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങേക്ക് വേണ്ടി പോസ്റ്റർ എഴുതാനും ചുവരെഴുത്ത് നടത്താനും വീട് കയറാനും ബൂത്തുകളിൽ കുത്തിയിരുന്ന് പട്ടിണിക്കിരുന്ന് പണിയെടുക്കാനും തയ്യാറാകുന്ന കേരളത്തിലെ BJP പ്രവർത്തകർക്ക് വേണ്ടി, ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അങ്ങ് തിരുത്തണം, ഇല്ലെങ്കിൽ അങ്ങേ കേരളത്തിലെ ഹിന്ദുക്കൾ തിരുത്തും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.